ഹലോ എവ്രി വൺ. ഇന്ന് നമ്മളൊരു പനീർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കാതെ ഉണ്ടാക്കുകയാണ്. ആദ്യം നമുക്ക് എണ്ണ എടുക്കാം. ഒരു 1 ടീസ്പൂൺ ഓയിൽ മതിയാവും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ പനീർ ആഡ് ചെയ്ത ശേഷം എല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പനീരൊക്കെ ഇതിലേക്ക് ഈ പൗഡറൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകമൊക്കെ ഇതാ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പനീരൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ അരയ്ക്കാനായിട്ട് ഒരു 12 to 15 കാഷ്യൂ സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ട, അതറിയാതെ ആഡ് ചെയ്ത് പോയതാണ്. ഉള്ളി കാഷ്യൂ ആഡ് ചെയ്യുക. പിന്നെ 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്, പനീരും ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പനീർ ഇപ്പോൾ ഇതിൽ ആ മിക്സ്ചറിലാണ് കടന്നൊന്ന് വേവാൻ പോകുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബോയിലായി വരട്ടെ. അപ്പോൾ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യും. നമ്മളിപ്പോൾ മറ്റേ ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ അത് ആ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി, ഒരു 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫൈനലി ഒരു 1 ടീസ്പൂൺ ഷുഗറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പുളിക്കൊക്കെ ഒരു ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് നല്ല അടിപൊളി പനീർ കറി റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കാതെ തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു പനീർ കറി. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം.